നമസ്കാരം. കേരള രാഷ്ട്രീയം ഇപ്പോൾ പൂർണ്ണമായിട്ട് പീരുമേട് നിയമസഭാ മണ്ഡലത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള പീരുമേട്ടിൽ നിലവിലെ MLA വാഴൂർ സോമൻ്റെ നിര്യാണത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങുമ്പോൾ ഇത് കേവലം ഒരു മണ്ഡലത്തിലെ വിജയം എന്നതിലുപരിയായിട്ട് 2026 പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ദിശ നിർണ്ണയിക്കുന്ന ഒരു നിർണായക രാഷ്ട്രീയ പോരാട്ടമായി തന്നെ മാറുകയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിവരം കൈമാറിയതോടെ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നിയമസഭയുടെ കാലാവധി 1 വർഷത്തിൽ കുറവാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ CECക്ക് അധികാരമുണ്ട്. എന്നാൽ 6 മാസത്തിൽ കൂടുതൽ കാലാവധി ബാക്കിയുള്ളതിനാൽ തന്നെ ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതയും ജനപ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകതയും CECയെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് നയിക്കാനായിട്ട് സാധ്യതയും. തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനുള്ള ഏത് നീക്കവും പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ വിമർശനത്തിന് ഇടയാക്കുമെന്നതിനാൽ തന്നെ CECയുടെ തീരുമാനം ഇരു മുന്നണികൾക്കും ഒരുപോലെ നിർണായകമാണ്. പീരുമേട് മണ്ഡലം ദീർഘകാലമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ്. 96 മുതൽ CPI ആണ് ഇവിടെ വിജയിച്ചു വരുന്നത്. ES ബിജിമോളുടെ ഹാട്രിക് വിജയങ്ങൾ ഈ മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിൻ്റെ അപ്രമാദിത്വം അടിവരയിടുന്നു. എന്നിരുന്നാലും 2021 കണക്കുകൾ LDFന് ആശങ്ക നൽകുന്നത് തന്നെയാണ്. 1835 വോട്ടുകളുടെ നേരത്തെ 1698 വോട്ടുകളെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 1835 അതിദുർബലമായിട്ടുള്ള ഭൂരിപക്ഷത്തിനാണ് CPI സ്ഥാനാർത്ഥി വിജയിച്ചത്. അപ്പോൾ ഈ നേരിയ ഭൂരിപക്ഷം കാരണം ഉപതെരഞ്ഞെടുപ്പ് LDFന് ഒരു അഗ്നിപരീക്ഷയായി തന്നെ മാറുകയും ചെയ്യും. നിലവിലെ ഭരണത്തോടുള്ള പൊതുവികാരങ്ങൾ, പ്രാദേശികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾ എന്നിവയൊന്നും താങ്ങാനുള്ള ശേഷി ഈ ഭൂരിപക്ഷത്തിനില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ ശക്തമായ സ്വാധീനമുള്ള ഒരു സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ ഭരണം ലക്ഷ്യമിടുന്ന CPIMനും CPIക്കും ഒരുപോലെ തന്നെ വലിയ തിരിച്ചടിയായി മാറും. പീരുമേട് മണ്ഡലം അത് ഇടതുപക്ഷത്തിൻ്റെ കുത്തകയായി അറിയപ്പെടുന്നതിനാൽ തന്നെ ഇവിടെ ഉണ്ടാകുന്ന പരാജയം അത് മുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറയിൽ തന്നെ വിള്ളലുണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. UDFനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണ അവസരമാണ്. കഴിഞ്ഞ തവണ കൈവിട്ടു പോയ സീറ്റ് തിരിച്ചു പിടിക്കാൻ അവർ എല്ലാവിധത്തിലുള്ള ശ്രമങ്ങളും നടത്തും. 2021 ശക്തമായ മത്സരം കാഴ്ചവെച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന സിറിയക് തോമസ് തന്നെയാണ് UDFൻ്റെ സ്ഥാനാർത്ഥിയായി വരിക. വാഴൂർ സോമൻ്റെ വിജയത്തിനെതിരെ അദ്ദേഹം കോടതിയിൽ നടത്തിയ വിശദമായിട്ടുള്ള നിയമ പോരാട്ടം അത് മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശ്രദ്ധ നിലനിർത്താനായിട്ട് സഹായിച്ചു. പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ സ്ഥാനം വഹിച്ചുകൊണ്ട് മത്സരിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച ഇരട്ട പദവി ആ ആരോപണങ്ങൾ കോടതി തള്ളിക്കളഞ്ഞെങ്കിലും ആ വിഷയങ്ങൾ ഇനിയും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ UDF ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പീരുമേട് മണ്ഡലം പ്രധാനമായിട്ടും തോട്ടം തൊഴിലാളി മേഖലയാണ്. ഏലപ്പാറ, കുമളി, വണ്ടിപ്പെരിയാർ, പീരുമേട് തുടങ്ങിയ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ഈ മണ്ഡലത്തിൽ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങളും റബ്ബർ വിലയിടിവ്, വന്യജീവി ആക്രമണങ്ങൾ, ഭൂപതിവ് ചട്ടം തുടങ്ങിയ മലയോര വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമായി മാറും. പരമ്പരാഗതമായി ക്രിസ്ത്യൻ, ഈഴവ വിഭാഗങ്ങൾ അടങ്ങുന്ന വോട്ട് ബാങ്കാണ് ഇവിടെ നിർണായകം. ഇടതുപക്ഷം ഈഴവ വോട്ടുകളിൽ സ്വാധീനം ചെലുത്തുമ്പോൾ UDFന് ക്രൈസ്തവ വോട്ടുകളിലാണ് പ്രതീക്ഷ. ഈ പ്രാദേശിക വിഷയങ്ങൾ അത് കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിലുള്ള സർക്കാരിൻ്റെ നിലപാടുകൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ നേരിട്ട് സ്വാധീനിക്കും. പീരുമേട് ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ ഉടനീളം വലിയ അലകൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ LDF വിജയം നിലനിർത്തുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് വലിയ ആത്മവിശ്വാസം നൽകുകയും തുടർച്ചയായിട്ടുള്ള 3ാം ഭരണത്തിലുള്ള സാധ്യതകൾക്ക് അത് ഊന്നൽ നൽകുകയും ചെയ്യും. എന്നാൽ UDFന് ഈ സീറ്റ് തിരിച്ചുപിടിക്കാനായിട്ട് സാധിച്ചാൽ അത് സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റം ആസന്നമായിരിക്കുന്നുവെന്ന വ്യക്തമായ സൂചനയായി മാറുകയും ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നേതൃത്വത്തിന് അത് വലിയ കരുത്ത് പകരുകയും ചെയ്യും. ചുരുക്കത്തിൽ രാഷ്ട്രീയ കാലാവസ്ഥ, പ്രാദേശിക വിഷയങ്ങൾ, സ്ഥാനാർത്ഥികളുടെ ജനസമ്മതി, ഇരു മുന്നണികളുടെയും പ്രചരണ തന്ത്രങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും പീരുമേടിൻ്റെ ഭാവി. ഏതായാലും ഈ മണ്ഡലത്തിലെ ജനവിധി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂണ്ടുപലകയാകുമെന്നതിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കും സംശയമില്ല.